ഹായ് വ്യൂവേഴ്സ്, നമ്മൾ ഇതാ മറ്റൊരു സ്പെഷ്യൽ വിഭവമായിട്ട് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ പേരാണ് സ്പിന്നി ഗാർഡ് അല്ലെങ്കിൽ എരുമപ്പാവൽ എന്ന് പറയും. അതായത് പാവയ്ക്കയുടെ അതേ വർഗത്തിൽപ്പെട്ട ഒരു സംഭവമാണ്. ഇത് ഭയങ്കര ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് പൈൽസിന്, അതേപോലെ അൾസർ, അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഇങ്ങനെ ഈ ഒരു സ്പിന്നി ഗാർഡ് ഉപയോഗിക്കാറുണ്ട്. അതായത് ഇത് വൈദ്യന്മാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മൾക്ക് മെഴുക്ക് പുരട്ടി, അതായത് നമുക്ക് തോരനായിട്ടും ഉപയോഗിക്കാം, മെഴുക്ക് പുരട്ടിയായിട്ടും ഉപയോഗിക്കാം. ഞാൻ ഇന്ന് മെഴുക്ക് പുരട്ടിയായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതായത് നമുക്ക് പാവയ്ക്കയുടെ അതേ ഗുണങ്ങളും, പിന്നെ ഇതിന് മറ്റൊരു കാര്യമുള്ളത്, ഗർഭിണികൾ കഴിവതും ഇത് ഉപയോഗിക്കരുത്. നമ്മൾ പച്ച ഓമയ്ക്ക കഴിക്കരുത് ഗർഭിണികളെന്ന് പറയുന്നത് പോലെ, ഗർഭിണികൾ ഇത് ഉപയോഗിച്ചാൽ ഗർഭചിത്രം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ മൂലക്കുരു, അതേപോലെ അൾസർ, ഇങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ സ്പിന്നി ഗാർഡ്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് കിടക്കാം. ഇതാ എരുമപ്പാവൽ അല്ലെങ്കിൽ സ്പിന്നി ഗാർഡ് ഞാനിതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ്, അതായത് ബിറ്റർ ഗോർഡ് പോലെ കയ്പുള്ളതാണോ എങ്ങനെയാണെന്നൊന്നും അറിയാത്തത് കൊണ്ട്, അഥവാ കയ്പുണ്ടെങ്കിൽ കയ്പ് ബാലൻസ് ചെയ്യാനായിട്ട് ഞാനൊരു 2 ക്യാരറ്റും കൂടെ കൂട്ടത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള, കുറച്ച് കറിവേപ്പില. ഇപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കറിവേപ്പില ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ഇട്ടില്ലെന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ എന്നെ 1-2 സുഹൃത്തുക്കൾ, സൂസൻ ചേച്ചിയും ഗീതും ഒക്കെ വിളിച്ച് കറിവേപ്പില വേണമെന്ന് ചോദിച്ച് അങ്ങനെ എനിക്ക് കുറേയേറെ കറിവേപ്പില കിട്ടിയിട്ടുണ്ട്. അവരോട് പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ വയനാട്ടിൽ ഒത്തിരിയേറെ ആളുകൾ ആ ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്കിതിൻ്റെ പാചകത്തിലേക്ക് കടക്കാം. എന്താ പറയുക, ഒരു നിമിഷം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഒന്നും അല്ല എന്നും, ജീവിതം എത്രയോ ക്ഷണികമാണെന്ന് മനസ്സിലാക്കുന്ന ഓരോ നിമിഷങ്ങളാണിത്. ഓക്കെ, നമുക്കിനിയും പാചകത്തിലേക്ക് കിടക്കാം. ആ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള മഞ്ഞൾ, മുളക് പൊടി ആവശ്യാനുസരണം ഇടണം. ഇനി പച്ചമുളക് ഇടാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിവിടെ അധികം എരിവ് വേണ്ടാത്തവരായതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, തൽക്കാലം ഞാനൊരു 1.5 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇങ്ങനെയുള്ള വറക്കുന്ന ഐറ്റംസ് ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഞാനതുകൊണ്ട് കോക്കനട്ട് ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് നമുക്കിത് വറക്കുകയാണ് ഞാൻ. എന്നുവെച്ചാൽ നമ്മൾ അധികം വെള്ളം ഒഴിച്ച് പറ്റിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല. ഇതിൻ്റെ മുകളിൽ തന്നെ ഒരേ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ജോലിയും തീരും. ഒരേ സമയത്ത് തന്നെ ഇത് എണ്ണയൊഴിച്ച് ആവശ്യത്തിനുള്ള മസാലയും പുരട്ടി വെച്ച് നമുക്ക് വറുത്ത് കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റൊന്നും വേണ്ട, നമുക്കതനുസരിച്ച് ആദ്യത്തെ ആയതുകൊണ്ട്, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ പരീക്ഷണാർത്ഥം ടൈം കറക്റ്റ് പറയുന്നില്ല, നോക്കിയിട്ട് നമുക്ക് പറയാം. എന്തായാലും ആദ്യം ഒന്ന് വെന്ത് കിട്ടാൻ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് എന്തായാലും ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വരാം. ഇതാ നമ്മളുടെ മെഴുക്ക് പുരട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുണ്ട്. വിചാരിച്ച പോലെയുള്ള കയ്പോ അങ്ങനെയൊന്നുമില്ല. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും തന്നെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.